നമ്മുടെ ഇടയിൽ അല്ലേ? അഖിൽ തന്നെയും അഖിൽ ചെയ്യുന്നതും ഉള്ളത് കൊണ്ട് തന്നെയും അഖിലിന്റെ ഈ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്? അവരുടെ വീഡിയോ എങ്ങനെയാണ്? അവർ പ്രസന്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഇത് അഖിൽ കീനായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ പലർക്ക് ഇന്നലെ ഒരു കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പോയപ്പം ഒരു പയ്യൻ ചോദിക്കുന്ന കേട്ടു, "കുറേ വർഷമായില്ലേ ഒരേ ടൈപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുന്നു." ഞാൻ പറഞ്ഞെടാ എനിക്ക് ആഗ്രഹമുണ്ട് മാറ്റണമെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പക്ഷേ ശ്രമിക്കാറുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ പല പല ട്രെൻഡുകൾ കൊണ്ടുവരുന്നുണ്ട്. ഉം, അപ്പോൾ കുറേയൊക്കെ ട്രെൻഡ് എടുത്ത് അതേപോലെ മാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഉം, അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് എല്ലാവർക്കും ഒരേപോലെ അച്ചീവ് ആവണമെന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. അത് എനിക്ക് പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അതേപോലെ പല ആൾക്കാരും ഇപ്പം നല്ല നല്ല ഒരുപാട് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഉം, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉം, എനിക്ക് ആഗ്രഹം വരും അതുപോലൊക്കെ ചെയ്താൽ കൊള്ളാം. പക്ഷേ ഞാൻ ആലോചിക്കും എന്തിനാ? വേണ്ട. ഉം. പക്ഷെ അതിൽ നിന്ന് കുറേ കാര്യം അഡോപ്റ്റ് ചെയ്യുക. ആ, പക്ഷേ ഞാനായിട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ പാറ്റേൺ ഇതാ. ഞാനിങ്ങനെ ചെയ്യുന്നത്. ഉം, അത് കുറച്ചൊക്കെ അഡോപ്റ്റ് ചെയ്യുക. ഉം. ഫുള്ളായിട്ട് അഡോപ്റ്റ് ചെയ്യാതെ അങ്ങനെ ഫുള്ളായിട്ട് മറ്റൊരാളെ കണ്ടിട്ട് അതുപോലെ തന്നെ അവൻ ശ്രമിക്കുന്നതുമില്ല ഇല്ല. അല്ലെ? അഖിലിൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈല് കൊണ്ടുവരാൻ തന്നെ നോക്കുന്നു. ഉം. അത് ബിഗ് സ്ക്രീനിൽ അതെ. എന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഉം. ഇത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഈ ഒരു അഖിൽ NRDക്ക് ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഭയങ്കര കുളിര്. ആരുടെ കൂടെയാ മൂവി പോയി കണ്ടേ? അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഉം, വൈഫ് ഉണ്ടായിരുന്നു. ഉം. എല്ലാവരും ഒരുമിച്ചാ പോയത്. ഒരുമിച്ചാ പോയത്. അതോടെ എന്നെക്കൊണ്ട് ഇതും പറ്റും. ഇതിനെക്കാട്ടിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും ഉള്ളിൽ നിന്ന് ഉള്ളിലുണ്ട്. അല്ലേ? ആ ഒരു ഉള്ളിൽ ഫീല് ഉള്ളിലുണ്ട് സാധനം. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് എനിക്ക് പുറത്തേക്ക് അധികം എടുക്കാനാണ് അതൊരു പാട്. എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് ചിലപ്പോൾ അടിക്കോ? അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരുമോ എന്നുള്ളൊരു ഉം. സംഭവം. പക്ഷേ അത് ശ്രമിക്കുന്നുണ്ട്. ഉം. ശ്രമം എന്തായാലും ഉണ്ട്. ഉം. എന്നിട്ട് ഇതിലേക്ക് എങ്ങനെ എത്തി? മഹാരാജ ഹോസ്റ്റലിലേക്ക്. അപ്പം ഇതിനെല്ലാം ശേഷം ഇത് മറ്റേ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് 3, 4, 5 വർഷമായി കാണുമല്ലേ? ഉം. ആ ആ ആവേശം പിന്നെ. ആ ടൈം. ആ ഇതെല്ലാം ഷൂട്ട് കഴിഞ്ഞ് ഈ കാര്യങ്ങള്. പറഞ്ഞ പോലെ ഏകദേശം 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ 4 വർഷം കഴിഞ്ഞു. ആ പിന്നെ ഇപ്പൊ ആശകളായിരം 2 വർഷമായില്ലേ? ആ ആ മോർ പക്ഷേ ഞാൻ ദാൻ 2. ഫസ്റ്റ് ചെയ്ത മൂവി മഹാരാജ ഹോസ്റ്റലാ. ആശകളായിരം അല്ലേ? അല്ല. ഫസ്റ്റ് അഭിനയിച്ച മൂവി മഹാരാജ ഹോസ്റ്റലാ. ഓ! അതിനകത്താണ് ഈ പറഞ്ഞ അഭിനയം കാര്യങ്ങളൊക്കെ എങ്ങനെ ഓക്കെ. ചെയ്യണമെന്നൊക്കെ പഠിച്ചത് ഹാ. മഹാരാജ ഹോസ്റ്റലാ. കുറച്ച് ടെക്നിക്കലി കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഡിലേ ഡിലേ ആയി. ആയതാണോ? ഓക്കേ. ഇതിനകത്ത് നമ്മൾ കാണുമ്പോ ഇപ്പൊ ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പഴും, ഇതിനകത്ത് ഫ്രണ്ട്സ് ആയിട്ട് എപ്പഴും കൂടെ 2 പേരുണ്ടല്ലോ. അഖിലിന്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാലും പലരുടെയും കൂടെയാണ് അഖിലിന്റെ വീഡിയോസിലെല്ലാം. ഉം. അവിടെയും അഖില് അപ്പം ആ ഒരു കംഫർട്ട് സോൺ തന്നെ ഈ മഹാരാജയുടെ സെറ്റിൽ വന്നപ്പഴും ഫീൽ ചെയ്തോ? കാരണം സ്വന്തം വീഡിയോ എടുക്കുന്ന ഒരു പാറ്റേൺ തന്നെ. അങ്ങനെ അല്ല അന്നേരം എനിക്ക് നല്ല പേടിയുണ്ടായി. ഈ പറഞ്ഞിട്ട് ഈ സംഭവം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ആണോ? ഉം. ഉം. അവിടെ ഞാൻ കുറേയൊക്കെ ഫേക്ക് ചെയ്യും. ഈ ക്യാമറയ്ക്കും കട്ടിനും ആക്ഷനും ഇടയ്ക്ക് ജീവിക്കണം എന്ന് പറയത്തില്ല. അതേപോലെ എൻ്റെ ഈ സംഭവം ഞാൻ മറച്ചു വെച്ച് അഭിനയിച്ചു. എങ്ങനെ അഖിൽ അങ്ങനെ അഭിനയിക്കാം? ഇത്രയ്ക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അഖിൽ, ഇത്രയ്ക്കും ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചുറ്റിനും കുറേ ക്യാമറ പേര്, ക്യാമറ, കുറേ ആൾക്കാര്, ആക്ഷൻ, കട്ട് അത് ഇതൊക്കെ പറയണു. റീടേക്ക് റീടേക്ക്. എങ്ങനെ മുട്ടുകല്ലിടിച്ചില്ലേ? പിടിച്ച്. അല്ല എങ്ങനെ എനിക്ക് അത് പിന്നെ ഔട്ട് കൊടുക്കാൻ പറ്റി? പക്ഷേ ഉള്ളിലെ ആഗ്രഹമാണ് ഞാൻ പറയുന്നില്ലേ. ആഗ്രഹം ബ്യൂട്ടിഫുൾ. കാരണമാണ് നിൽക്കുന്നത്. ആഗ്രഹം എനിക്ക് പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം. ആൾക്കാർ മോശം പറഞ്ഞാലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം. വാവ്! ഒരുപാട് ടേക്ക് പോണ്ടി വന്നോ? എനിക്ക് ഡാൻസ് ഈ പറഞ്ഞ ഡാൻസ് നല്ലപോലെ പാടാം. ആ, അത് ഈ പറഞ്ഞ പോലെ ഈ ഫിയർ കാരണമാണ് ആ. ഡാൻസ് കളിച്ചാൽ കൊള്ളത്തില്ലേ. ആ ഒരു ഫിയർ തോന്നലാണ്. തോന്നല. ഉം. അപ്പോൾ ഡാൻസാ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തത്. കൂട്ടുകാരൊക്കെ 2, 3 മിനിറ്റ് കൊണ്ട് ഡാൻസിൻ്റെ സ്റ്റെപ്പ് പഠിക്കുക. സിമ്പിൾ സ്റ്റെപ്പ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പറ്റുന്നില്ല. എൻ്റെ ബോഡി അനങ്ങുന്നില്ലേ. അങ്ങനെയൊക്കെയുള്ളൊരു സാധനമൊക്കെ. പക്ഷെ അത് കളിച്ച് കളിച്ച് വന്നപ്പോൾ ലാസ്റ്റ് കുറച്ചൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റി. ഉം. അപ്പോൾ ലാസ്റ്റ് പറ്റും എന്നുള്ള സംഭവം വന്നപ്പോൾ ഉള്ളിലൊരു അപ്പോൾ പറ്റും ഉം. കുറേയൊക്കെ. അഖിലിന്റെ തന്നെ വീഡിയോസ് ചെയ്യുമ്പഴേ ഇതിപ്പം സിനിമയിലേക്ക് വന്നപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വേറെ ആളുണ്ട്. പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. സ്ക്രിപ്റ്റ് ഇവിടുന്നു ഇതൊക്കെ ഹെൽപ്പിന് ഒരുപാട് ആൾക്കാരുണ്ട്. അഖിലിന്റെ വീഡിയോയിലേക്ക് വരുമ്പം അഖില് ചിലതിനകത്ത് ചിലപ്പോൾ 2 പേരെ കാണുള്ളൂ. ചിലപ്പോൾ അഖില് തന്നെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ചില വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു 2, 3 പേരായിട്ടുള്ളത് കാണും. അപ്പൊ അഖില് തന്നെയാണല്ലോ അവരെ ഡയറക്റ്റ് ചെയ്യണത്. ഉം. അപ്പൊ അവരോട് എങ്ങനത്തെ ഒരു ആക്ഷനാ കൊടുക്കണ്ടേന്നോ, നീ എന്താ ചെയ്യണ്ടേന്നോ, അതോ അഖില് പറഞ്ഞു കൊടുക്കാണോ, അതോ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നുള്ളൊരു ഫ്രീഡം ആ കൂടെ ഉള്ളവർക്ക് കൊടുക്കാണോ? അല്ല കയ്യിൽ നിന്നുള്ള ഇൻപുട്സ് ഇടാൻ വേണ്ടി പറയും. ആ. എനിക്കിപ്പോൾ ഞാനൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാനൊരു സംഭവം കാണും. എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ വരണമെന്നാ. ഉം. ഇപ്പോൾ ഈ പറഞ്ഞോട്ട് ഇൻപുട്സ് ഇട്ടാൽ പോലും ചിലപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ പറയാം അതിട്ടാ കൊള്ളാം അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ നല്ലത് പറയാൻ എന്നാ അതിടാ. ഓക്കെ. എനിക്ക് ഉള്ളിലൊരു സംഭവം തോന്നും. തോന്നും അതേപോലെ കിട്ടണം. കിട്ടണം. അപ്പൊ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അഖില് അഭിനയിച്ച് കാണിക്കുവോ? ദേ ഇടയ്ക്ക് നീ ഈ ഒരു മീറ്റർ പിടിച്ച് ഇങ്ങനെ ഇടയ്ക്ക് നോക്ക് ഇതുപോലെ ചെയ്യാന്നൊക്കെ പറയും. പറയും. ഉം. അവിടെ ആക്ട് ചെയ്ത് കാണിക്കാറുണ്ട്. ആ
ഓക്കെ. ആ ഒരു ലെവലിലേക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. സത്യം. അങ്ങനെ പറയാറുമുണ്ട്. അല്ലേ? അത് നമ്മൾ കുറേ ഇതായി കഴിയുമ്പോൾ ഫ്രണ്ട്സായിട്ട് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. ഉം. ഈ പറഞ്ഞ തൊട്ട് വീടെടുക്കുമ്പോഴൊക്കെ ഉം. ഞാൻ അത്യാവശ്യം നല്ലപോലെ വർക്കഹോളിക്കാ. ഉം. ഈ പറഞ്ഞ തൊട്ട് കൊറോണ ടൈം ആ ടൈം മെർച്ചന്റ് നേവിയുടെ ലീവിന് വന്നതിന് ശേഷം ഒരു 6, 7 മാസം വീട്ടിൽ സമയത്താണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഉം. അപ്പം എനിക്കൊന്ന് ഏകദേശം 2 കൊല്ലത്തോളം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓഹ്! കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഉം. ഒരു മെയിൻ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ, 8 മിനിറ്റൊക്കെയുള്ള വീഡിയോ ഒരു ദിവസം എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ താരങ്ങളാവുന്നത് സിനിമാ താരങ്ങളോ സീരിയൽ താരങ്ങളോ ഒന്നുമല്ല. അത് റീല് ചെയ്യുന്ന നമ്മുടെ റീലോളികൾ എന്നൊക്കെ പണ്ട് പറയുന്ന സോഷ്യൽ മീഡിയ താരങ്ങളാണ്. പണ്ടൊക്കെ റീലുകൾക്കും പോസ്റ്റുകൾക്കും കോമഡി വീഡിയോകൾക്കുമൊക്കെ ഇത്രയും സ്വീകാര്യത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. അന്നൊന്നും ഇത്രയ്ക്ക് ആളുകൾ ഈ വീഡിയോ ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ എങ്ങനെ വീഡിയോയിലൂടെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനെയോ നമ്മളുടെ ദിവസേനയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും ഒരു അലർജിയോ ഛർദിലിനെയോ തുമ്മലിനെയോ ഒക്കെ രസകരമായി നമ്മുടെ ഡെയിലി ലൈഫിനെയൊക്കെ വീഡിയോയിലൂടെ കാണുമ്പോൾ ഇത് നമ്മൾ തന്നെയല്ലേ എന്ന് തോന്നിക്കുന്ന പല വീഡിയോകളും മുൻപും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അതിൽ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന ആളാണ് അഖിൽ NRD. അഖിലും അഖിലിന്റെ ഭാര്യയുമാണിപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത്. ഭാര്യയും ഭർത്താവും കട്ടയ്ക്ക് നിന്നാണ് നമ്മുടെ മുന്നിലേക്ക് അഭിനയം കാഴ്ചവെക്കുന്നത്. അഖിൽ ഒരു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പലർക്കും അറിയില്ല. മർച്ചന്റ് നേവിയിലെ ജോലി വിട്ടിട്ടാണ് അഖിൽ ഇതിലോട്ട് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ അത്ര പെട്ടെന്നൊന്നും ക്ലിക്കാവാൻ തനിക്ക് സാധിച്ചില്ല എന്നും അഖിൽ പറയുന്നു. 2 വർഷം ഇടതടവില്ലാതെ താൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. ദിവസവും വീഡിയോ ചെയ്യും. ദിവസവും കൃത്യമായി എഴുതി വെച്ചിട്ടൊക്കെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. രാവിലെ 5:45 ആകുമ്പോൾ എഴുന്നേൽക്കും. അതിനുശേഷം കണ്ടന്റ് എഴുതി വെച്ച് ഓരോരുത്തരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ എഴുതി വെക്കും. വർഷങ്ങളായി അല്ലെങ്കിൽ കുറച്ചു നാളുകളായി ഇത്രയും നാളും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു.